വൺ ലൈനേഴ്സ് ഡിസ്കസ് ചെയ്യുമായിരുന്നു അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ലൈനേഴ്സ് ഡിസ്കസ് ചെയ്യുമായിരുന്നു. ആവശ്യമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നുന്ന നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ടുന്ന ഏരിയയിൽ നിന്ന് ആക്ച്വലി ആ കമന്റ് കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തെറ്റിപ്പോകുന്നതും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കമ്മ്യൂണിറ്റിയിലെ ഈ ഇയേഴ്സ് കേട്ടോ. അപ്പം വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വൺ ലൈനേഴ്സ് ഡിസ്കസ് ചെയ്യുമായിരുന്നു അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ലൈനേഴ്സ് ഡിസ്കസ് ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള വൺ ലൈനേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആക്ച്വലി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നുന്ന നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ടുന്ന ഏരിയയിൽ നിന്ന് വൺ ലൈനേഴ്സ് ഏത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ആക്ച്വലി ആ കമന്റ് കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയേഴ്സ് ആണ് കേട്ടോ. എപ്പോഴും എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. എപ്പോഴും എന്താണ്, എല്ലാവർക്കും ഒന്ന് തെറ്റിപ്പോകും. രണ്ടാമത് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഈ ഇയറിൽ നിന്ന് സാധാരണ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പോൾ എല്ലാവർക്കും തെറ്റിപ്പോകുന്നതും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കമ്മ്യൂണിറ്റിയിലെ ഈ ഇയേഴ്സ് കേട്ടോ. അപ്പം അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം ടൈം കളയാതെ അല്ലെങ്കിൽ ടൈം നമുക്ക് വേസ്റ്റ് ആക്കാതെ നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. ഒന്നാമത് നമ്മൾ പറയുന്നത് WHO അല്ലെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 7th April 1948 അല്ലെ. അതായത് ഏപ്രിൽ മാസം 7-ാം തീയതി 1948 WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവ അല്ലെ. ജനീവ ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. നമ്മൾ ഈ ഏപ്രിൽ 7 നമ്മുടെ വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത്. നെക്സ്റ്റ്, നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം കേട്ടോ. നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് 1953 1953 ആണ്. നെക്സ്റ്റ്, നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം 1958 ആണ്. അപ്പൊ മാറിപ്പോകരുത്. കൺട്രോൾ പ്രോഗ്രാം 53-ലും ഇറാഡിക്കേഷൻ പ്രോഗ്രാം 58-ഉം ആണ് എന്ന് ഓർക്കാം. നെക്സ്റ്റ്, എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ കേട്ടോ. EPI WHO ലോഞ്ച് ചെയ്ത വർഷം മെയ് 1974 1974 മെയ്യിലാണ് എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ WHO ലോഞ്ച് ചെയ്തത്. ഈ സെയിം കാര്യം ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് 1978 ജനുവരി 1978 എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ ഇന്ത്യയിൽ ലോഞ്ച് ആകുന്നത് കേട്ടോ. നെക്സ്റ്റ്, ICDS വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ന്യൂട്രീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് ചിൽഡ്രന്റെ, അഡോളസന്റ് ഗേൾസിന്റെ, പ്രഗ്നന്റ് വിമന്റെ ഒക്കെ ന്യൂട്രീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കീമാണ് ICDS, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റൽ സർവീസസ് എന്നാണ് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് 1975 കേട്ടോ. ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ICDS സ്കീം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1975. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇതിലെ കീ സർവീസ് പ്രൊവൈഡർ ICDS സ്കീമിന്റെ അണ്ടറിലുള്ള കീ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്ന ആരാണ്? അംഗൻവാടി വർക്കർ ആണ്. അതുപോലെ തന്നെ ഒരു അംഗൻവാടി വർക്കറെ കവർ ചെയ്യുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് 400 to 800 ആണ് കേട്ടോ. 400 മുതൽ 800 വരെ പോപ്പുലേഷനെയാണ് ഒരു അംഗൻവാടി വർക്കറെ കവർ ചെയ്യുന്നത്. അതും ഓർക്കുക. നെക്സ്റ്റ്, NPCB നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നസ് അതിന്റെ ഇയർ 1976 ആണ്. ഇപ്പൊ ആക്ച്വലി അതിന്റെ പേര് ഒന്ന് റീനെയിം ചെയ്തിട്ടുണ്ട്. നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നസ് ആൻഡ് വിഷ്വൽ ഇമ്പയർമെന്റ് എന്നാണ് പറയുക കേട്ടോ. അത് 1976 ആണ്. നെക്സ്റ്റ്, അൽമ അറ്റ ഡിക്ലറേഷൻ ഫോർ ഹെൽത്ത് ഫോർ ഓൾ ബൈ 2000 AD ഡിക്ലറേഷൻ വരുന്നത് 1978 ആണ്. 1978 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്മോൾ പോക്സ് ഗ്ലോബലി ഇറാഡിക്കേറ്റ് ചെയ്തത് കേട്ടോ. സ്മോൾ പോക്സ് ഇറാഡിക്കേറ്റഡ് ഗ്ലോബലി ഇൻ മെയ് 8 1980 1980 മെയ് 8 സ്മോൾ പോക്സ് ഗ്ലോബലി ഇറാഡിക്കേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്യുന്ന ഏത് വർഷമാണ്? 1977 അല്ലെ. 1977 ഇന്ത്യ ആക്ച്വലി സ്മോൾ പോക്സ് ഫ്രീ എന്ന് ഡിക്ലെയർ ചെയ്യുന്നത്. ഇന്ത്യ സ്മോൾ പോക്സ് ഫ്രീ എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് 1977. നെക്സ്റ്റ്, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ ഇൻ ദ ഇയർ 1985 1985 UIP യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ലോഞ്ച് ആകുന്നത്. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം 1987 ആണ്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ത്യയിലെ ഫസ്റ്റ് കേസ് ഓഫ് എയ്ഡ്സ് ഡിറ്റക്ട് ചെയ്യുന്നത് 1986 കേട്ടോ. 1986 ചെന്നൈയിലാണ് ഫസ്റ്റ് എയ്ഡ്സ് ഡിറ്റക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇയറിൽ തന്നെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. CSSM ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് പ്രോഗ്രാം 1992 ആണ്. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1992 1992 ആണ്. നെക്സ്റ്റ്, പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ കേട്ടോ. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1995 ആണ്. RNTCP റിവൈസ്ഡ് നാഷണൽ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത് 1997 ആണ് കേട്ടോ. 1997 ആണ്. നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മിഡ് ഡേ മീൽ
പ്രോഗ്രാം അല്ലെങ്കിൽ മിഡ് ഡേ മീൽ പ്രോഗ്രാം അല്ലെങ്കിൽ സ്കൂൾ ലഞ്ച് പ്രോഗ്രാം എന്നാണ് നമ്മൾ അതിനെ പറയാം കേട്ടോ. മിഡ് ഡേ മീൽ പ്രോഗ്രാം അല്ലെങ്കിൽ സ്കൂൾ ലഞ്ച് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത് 1961 ആണ്, മാറിപ്പോകരുത്, 1961 ആണ്. മിഡ് ഡേ മീൽ സ്കീം, അതിന് വേറൊരു പേരുണ്ട്, നാഷണൽ പ്രോഗ്രാം ഓഫ് ന്യൂട്രീഷണൽ സപ്പോർട്ട് ടു പ്രൈമറി എഡ്യൂക്കേഷൻ. ഈ വേറെ പേര് പഠിച്ചോണേ. മിഡ് ഡേ മീൽ സ്കീം അല്ലെങ്കിൽ നാഷണൽ പ്രോഗ്രാം ഓഫ് ന്യൂട്രീഷണൽ സപ്പോർട്ട് ടു പ്രൈമറി എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ആകുന്നത് 1995 NVBDCP എന്താണ്, നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 2003 നെക്സ്റ്റ് NRHM നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ലോഞ്ച് ചെയ്യുന്നത് 2005 കേട്ടോ. ഏപ്രിൽ മാസം 5-ാം തീയതി 2005 NRHM ലോഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് ജനനി സുരക്ഷാ യോജന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2005, സെയിം ഇയറിൽ തന്നെയാണ് ജനനി സുരക്ഷാ യോജന. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അതായത് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ കുറയ്ക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റീവുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പ്രോഗ്രാമാണ് ജനനി സുരക്ഷാ യോജന. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2005. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യ എലിമിനേറ്റഡ് ലെപ്രസി ആസ് എ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം. അതായത് ഇന്ത്യ ലെപ്രസിയെ എലിമിനേറ്റ് ചെയ്യുന്നത് ഒരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം എന്നുള്ള നിലയിൽ ലെപ്രസിയെ എലിമിനേറ്റ് ചെയ്യുന്നത് 2005. ഇവിടെ ഒരു കാര്യം ഓർക്കുക, ലെപ്രസി മാത്രം എലിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആക്ച്വലി 0 ഇൻസിഡൻസ് ആണ് അല്ലെ, അതായത് ഡിസീസ് ഇൻസിഡൻസ് ഉണ്ടാവരുത്. അപ്പം ലെപ്രസിക്ക് മാത്രം ചെറിയ ഒരു വേരിയേഷൻ ഉണ്ട് അതിൽ, അതായത് ലെസ് ദാൻ 1 കേസ് പെർ 10,000 പോപ്പുലേഷൻ ആണ് ആക്ച്വലി ലെപ്രസി എലിമിനേഷൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഇന്ത്യ ലെപ്രസി എലിമിനേറ്റ് ചെയ്തത് 2005. ഇന്ത്യ ഡിക്ലെയർഡ് പോളിയോ ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെടുന്നത് 2014. മിഷൻ ഇന്ദ്രധനുഷ് പ്രോഗ്രാം കേട്ടോ. മിഷൻ ഇന്ദ്രധനുഷ് ലോഞ്ച് ചെയ്യുന്നത് December 25, 2014, 2014 മിഷൻ ഇന്ദ്രധനുഷ് ലോഞ്ച് ആകുന്നത്. നീതി ആയോഗ് റീപ്ലേസ്ഡ് പ്ലാനിംഗ് കമ്മീഷൻ. നമുക്ക് നേരത്തെ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു, അത് ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ 5 years പ്ലാൻ അല്ലെ, പഞ്ചവത്സര പദ്ധതിയൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പൊ പുതിയൊരു പ്രോഗ്രാമാണ് വന്നേക്കുന്നത്, നീതി ആയോഗ് അല്ലെ. എന്താണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അല്ലെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അത് റീപ്ലേസ് ചെയ്തു, പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് ചെയ്തത് 2015. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ആയുഷ്മാൻ ഭാരത് പ്രോഗ്രാം കേട്ടോ. ആയുഷ്മാൻ ഭാരത് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത് 2018. മെയിൻലി നമ്മൾ എന്താ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അല്ലെ. ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമ്മൾ ഈ ആയുഷ്മാൻ ഭാരത് പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നത്. ലോഞ്ച് ചെയ്ത വർഷം 2018. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കമ്മ്യൂണിറ്റിയിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള ഇയേഴ്സിൽ നിന്നുള്ള ഓൺലൈനേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഞാൻ പറയുന്നത് നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ വരാൻ പോകുന്ന JPHN ബാച്ചിന്റെ റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അഡ്മിഷൻ നടക്കുന്നു. അഡ്മിഷൻ വേണ്ടുന്നുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്റ്റാഫ് നഴ്സിന്റെ റെഗുലർ ബാച്ചസ് റണ്ണിംഗ് ആണ്. അതിൽ അഡ്മിഷൻ വേണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ എല്ലാ വീഡിയോയിലും ഈ അടുത്ത ഇടയിലായിട്ട് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇനി നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന, നിങ്ങൾക്ക് പഠിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിൽ നിന്നുള്ള ഓൺലൈനേഴ്സ് വേണം എന്നുള്ളത് നമ്മളത് നോക്കിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വളരെ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.